ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരോജിനി മാഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. പഞ്ചരത്നം വീടിന് അടുക്കള ഭാഗത്താണ് ഇടിമിന്നലേറ്റ് കഥകൊക്കെ ആകെ കേടുവന്നു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷിനോട് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ മാഷ് പറയാണ്, ചീരു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ സമയത്ത് എനിക്ക് അവിടേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് അവിടേക്ക് അമ്പിളിയും രഘുവും കൂടി വരുമെന്ന് പറയട്ടോ. അങ്ങനെ സാവിത്രി ഫോൺ വെച്ച ശേഷം അനുവിനോട് മാഷി ഇക്കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനാണ് അവിടേക്ക് പോവേണ്ടിയിരുന്നത്, പക്ഷേ ചീരുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, അച്ഛൻ അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യവുമില്ല, അമ്പിളി ചേച്ചിയും രഘുവേട്ടനും അതൊക്കെ ചെയ്തോളും എന്ന് പറയട്ടോ. അതല്ല, ഞാൻ കൂടി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ചീരുവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് വിനയം വരുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, എന്തൊക്കെയോ ചീരു മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, കുട്ടികളെ അതുകൊണ്ടാണ് വിനയൻ്റെ വീട്ടിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ മാഷിനോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വിനയൻ നല്ല സന്തോഷത്തോടു കൂടി കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മാഷ് അനുവിനോട് പറയുന്നുണ്ട്, വിനയൻ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയൻ മാഷിനോടും അനുവിനോടും സംസാരിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരവിടെ ഉണ്ട് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവരെ കൂടി പറഞ്ഞയക്കാം, കുഞ്ഞുങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമാണല്ലോ, അതുകൊണ്ട് അവർ ഒരുമിച്ച് തന്നെ നിന്നോട്ടെ എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ എവിടെ എന്നും പറഞ്ഞ് വിനയൻ കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് വിനയൻ പതിവില്ലാത്ത രീതിയിലുള്ള സംസാരവും സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അത് മാഷിനും അനുവിലും നല്ല സംശയം വരുത്തുകയാണ് കേട്ടോ. ഇവൻ്റെ സ്വഭാവം പഴയതുപോലെ തന്നെയാണോ, ഇവൻ അഭിനയിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത അനുവിൻ്റെയും മാഷിൻ്റെയും മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അമ്പലത്തിലേക്ക് മന്ദാകിനിയും മകനും കൂടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടാവും കേട്ടോ. അതേ അമ്പലത്തിലേക്ക് സുശീലയും വന്നിട്ടുണ്ടാവും. അങ്ങനെ സുശീലയെ മന്ദാകിനി കാണുന്ന സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി മന്ദാകിനി സുശീലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, സുശീല, നീ അന്ന് പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്, ഇന്ദുവും രാഹുലും തമ്മിൽ പിരിയാൻ പോവുകയാണ്, രാഹുലിന് ഒരു പെണ്ണുമായി അടുപ്പത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് ഇന്ദുവും രാഹുലും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മോനുമായിട്ടുള്ള വിവാഹമാണ് ഇന്ദുവിൻ്റെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മന്ദാകിനി സുശീലയോട് പറയുമ്പോൾ സുശീല അങ്ങ് കളിയാക്കിയിട്ട് പറയുകയാണ്, ഒരു രണ്ടാം കെട്ടുകാരിയാണോ നിന്റെ മകന് വേണ്ടി നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ ലോകത്തെന്താ വേറെ പെണ്ണുങ്ങളൊന്നുമില്ലേ? ഇതിലും നല്ല പെണ്ണുങ്ങളെ നിന്റെ മകന് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഈ രണ്ടാം കെട്ടുകാരി? എടാ ചെറുക്ക, നിന്റെ അമ്മ നിന്നെ ഒരു കുഴിയിൽ ചാടിക്കാനാണല്ലോ നോക്കുന്നത്. നിന്റെ അമ്മ ആ സച്ചിയുടെ പണവും സ്വത്തും മാത്രമാണ് നോക്കുന്നത്, അല്ലാതെ നിന്റെ ജീവിതത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മന്ദാകിനിയുടെ മോൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ മന്ദാകിനിക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ മന്ദാകിനി പറയുകയാണ്, എന്തിനാണ് സുശീലെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് ഞാൻ സൗഹൃദം കൂടാൻ വേണ്ടി വന്നതാണ്, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ് എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ സൗഹൃദം കൂടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഈയൊക്കെ കൂടി തന്നെയാണല്ലോ ഇന്ദുവിൻ്റെയും എൻ്റെ മകൻ സത്യൻ്റെയും വിവാഹം മുടക്കാനുള്ള പ്രധാന കണ്ണികൾ. പിന്നെ എങ്ങനെയാണ് നിന്നോട് ഞാൻ സൗഹൃദം കൂടുന്നത് എന്നൊക്കെ പറയട്ടോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒരിക്കലും സച്ചിയുടെ മകളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ, നിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സുശീല പറയണ്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് മന്ദാകിനിക്കും മകനും അങ്ങ് ദേഷ്യം വന്നിട്ട്, നിന്നോട് കൂടുതൽ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് മകനെയും വിളിച്ചുകൊണ്ട് മന്ദാകിനി നേരെ സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സുശീല ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എത്ര തന്നെ ചാടിത്തുള്ളിയിട്ടും കാര്യമില്ല, ഇന്ദുവിനെയും നിന്റെ മകനെയും ഞാൻ ഒന്നിപ്പിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ സച്ചിയുടെ സ്വത്തുക്കളെല്ലാം നീ സ്വന്തമാക്കാനൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ സുശീല സ്വയം മനസ്സിൽ കരുതുകയാണ്. പിന്നീട് മന്ദാകിനി വീട്ടിലെത്തിയ ശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. മന്ദാകിനിയും മഹേഷും സച്ചിയും ഗോകുലും ഇന്ദുവും സാവിത്രിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മന്ദാകിനി പറയണേ, എത്രയും പെട്ടെന്ന് രാഹുലിൻ്റെയും ഇന്ദുവിൻ്റെയും ബന്ധം ഇല്ലാതാക്കുകയല്ലേ നല്ലത്, അതല്ലേ എല്ലാവർക്കും നല്ലത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷങ്ങളെടുക്കും, അതിലും ഭേദം നമുക്ക് അവൾ തരാനുള്ള സ്വർണങ്ങളെല്ലാം തിരിച്ചു വാങ്ങി ഈ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് പറയുമ്പോൾ സച്ചിക്ക് അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതുപോലെ ഇന്ദുവിനും ഗോകുലിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സച്ചി പറയാണ്, അല്ല ഇന്ദുമോളുടെ കാര്യത്തിൽ ഇങ്ങനെ ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് നിങ്ങൾക്ക് എന്താണാവോ നേട്ടം എന്ന് ചോദിക്കുമ്പോൾ മന്ദാകിനി പെട്ടെന്ന് അങ്ങ് നാണം കെട്ട പോലെ ആവുകയാണ് കേട്ടോ. അങ്ങനെ മന്ദാകിനി പറയും, എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, പക്ഷേ സച്ചിക്കും കുടുംബത്തിനും ഒരു നേട്ടമുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മഹേഷ് പറയണേ, എനിക്ക് ആദ്യമേ ഇന്ദുവിനെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം, പക്ഷേ നിങ്ങൾ ഡോക്ടറുമായിട്ടുള്ള
സത്യമായിട്ടുള്ള ബന്ധം ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ മന്ദാകിനി പറയണേ, നിങ്ങളതിന് സത്യമായിട്ടുള്ള ബന്ധമല്ലേ ആദ്യം ആലോചിച്ചത്, അത് ഞാൻ വേണ്ട എന്ന് തുടക്കത്തിലേ പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങളത് അനുസരിച്ചില്ല. ഞാൻ അന്നു മുതലേ നിങ്ങളോട് മഹേഷുമായിട്ടുള്ള ബന്ധം പറഞ്ഞതായിരുന്നു, പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പോൾ ഗോകുലിന് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, ഇതൊക്കെ ഇപ്പോഴാണോ ആൻറ്റി സംസാരിക്കേണ്ടത്? ഇന്ദുവിൻ്റെ മാനസികാവസ്ഥ പോലും നിങ്ങൾ നോക്കാതെയാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? മന്ദാകിനി ചോദിക്കുകയാണ്, മോളെ ഇന്ദു, ഞാൻ നിന്നോട് ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് നീ എനിക്ക് വിഷമമായോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ മഹേഷ് പറയണേ, ഇന്ദു നിനക്ക് വിഷമമാവേണ്ട ഒരു കാര്യവുമില്ല, കാരണം നിൻ്റേത് സെക്കൻഡ് മാരേജ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ, രാഹുലും നീയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി അവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഹേഷ് പറയണ, അല്ല എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഒരിക്കലും ഇന്ദുവിനെ സെക്കൻഡ് മാരേജുകാരിയായി കാണില്ല എന്ന് പറഞ്ഞതോടുകൂടി സാവിത്രി പറയണേ, ഒന്നും മിണ്ടാതിരിക്കും മഹേഷ്, എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ച് എണീക്കാൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോഴൊക്കെ ഇന്ദുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇന്ദു പറയണം, അച്ഛാ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് ഇനി എന്നെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കരുത്, അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ഇന്ദു ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഇന്ദു എണീറ്റ് പോവുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ സച്ചിക്കും സാവിത്രിക്കും ഗോകുലിനൊക്കെ വിഷമാവും കേട്ടോ. അപ്പോൾ സച്ചി പറയണ, അല്ല നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണ്, എൻ്റെ മകളെ കല്യാണം ആലോചിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സച്ചി നിങ്ങളുടെ അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോൾ, മതി, എൻ്റെ മോളുടെ സമാധാനത്തിനേക്കാളും വലുതല്ല ഈ കുടുംബത്തിന്റെ അഭിമാനം എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു പോവുകയാണ്. പിന്നീട് ദാസാറിന്റെ വീട്ടിലേക്ക് ഇന്ദ്രൻ നോട്ടീസുമായിട്ട് വരികയാണ് കേട്ടോ, വക്കീൽ നോട്ടീസുമായിട്ട് വരികയാണ്. എന്നിട്ട് അത് വായിച്ച ശേഷം ദാസാർ പറയണ, അല്ല ഇതിലിപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, ഇതിപ്പോൾ അനുപമ നോട്ടീസ് അയക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്കിപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അനുവിനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയുകയുമില്ല. അപ്പോൾ ദാസാർ ചോദിക്കുകയാണ്, അല്ല സുശീലയ്ക്ക് ഇക്കാര്യം അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയാം, അമ്മയ്ക്ക് ഞാനും അനുപമയും തമ്മിൽ വേർപിരിയണം, അതാണ് അമ്മയുടെ ലക്ഷ്യം, പക്ഷേ അനുപമയെ ഞാൻ വേർപിരിഞ്ഞ് ജീവിക്കുന്നത് അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് കേട്ടപ്പോൾ ദാസാർ ചോദിക്കണേ, ഇതെന്താ പിള്ളേര് കളിയാണോ, ഇണക്കം തോന്നുമ്പോൾ ഇണങ്ങാനും പിണക്കം തോന്നുമ്പോൾ പിണങ്ങിയിരിക്കാനും നിന്റെ അമ്മയുടെ വാക്കു കേട്ട് നീ ഓരോ തവണ അനുപമയുമായി പിണങ്ങിയിരിക്കുമ്പോഴും അവൾ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇത്രയും അതപ്പതിച്ച ഒരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത്, അമ്മയെ അമിതമായി സ്നേഹിക്കുന്ന ഒരു മകനെ കണ്ടിട്ട് നിസ്സഹായതയോട് കൂടിയിട്ടാവും ഇതുവരെ നീ ചെയ്ത എല്ലാ പ്രവൃത്തികളും അനുപമ ക്ഷമിച്ചത്, നീ അവളെ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ, അത് അങ്കിൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അനുപമയുമായി ആ വാടക വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനുപമയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു, ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല എന്ന്, അവിടെയും എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ദാസാർ പറയണ, നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ നീ ചെയ്തതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ ഇത്തവണ അമ്മയും ഹർഷയും കൂടി ഒരുക്കിയ ചതിയിലാണ് നീ വീണത്, അനുപമ നിന്റെ അമ്മയെ അടിച്ചു എന്നുള്ളത് നീ വിശ്വസിച്ചു, അന്നു മുതൽ അവൾക്ക് നിന്നിലുള്ള വിശ്വാസവും പോയി, ഇപ്പോഴും നീ അത് തന്നെയല്ലേ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണ, ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അമ്മയെ അനുപമ അടിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയല്ലേ അങ്കിൾ, അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ വീണ്ടും അനുപമയുമായി അടുക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഇന്ദ്രൻ പറയണ, അനുപമയോട് പുറമെ ഞാൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇപ്പോഴും അനുപമയെ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്, എൻ്റെ മനസ്സിനെങ്കിലും എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അനുപമ എനിക്കിന്ന് നഷ്ടപ്പെടുവാൻ പോവുകയാണെന്ന് ആ ഒരു സാവകാശമെങ്കിലും എനിക്ക് തന്നൂടെ, അല്ലെങ്കിൽ മറ്റു ചില ബന്ധങ്ങൾ എനിക്ക് പൊട്ടിച്ചെറിയുന്നത് വരെയുള്ള സാവകാശമെങ്കിലും അതുവരെ കാത്തിരിക്കുകയെങ്കിലും അനുപമ ചെയ്യേണ്ടതല്ലേ, എന്തായാലും നിയമപരമായി എനിക്ക് അനുപമയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, ഈ കേസ് കൊണ്ട് കോടതിയിൽ പരസ്പരം ചെളി വാരി എറിയാം എന്ന് മാത്രമാണ് ഉണ്ടാവുക, അതുകൊണ്ട് അങ്കിൾ അനുപമയെ കണ്ട് സംസാരിക്കണം ഈ കേസിൽ നിന്നും പിന്മാറാൻ വേണ്ടി എന്നും പറഞ്ഞ് ഇന്ദ്രൻ പോവുകയാണ് കേട്ടോ. പിന്നീട് ശബരിയുടെ വീട്ടിൽ ധനനും വാസന്തിയും കൂടി അനിതയെ വീണ്ടും അടുക്കള ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ടും അവരുടെ അടിമയാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ഓരോ പണികൾ പറയുകയാണ് കേട്ടോ. എന്നിട്ട് വാസന്തി പറയണ അനിതയോട്, നീ ചായ എടുത്തുകൊണ്ട് വായോ എന്ന് പറയട്ടോ. അങ്ങനെ അനിത നല്ല പണിയിലായിരിക്കും കിച്ചണിൽ, ആ സമയത്ത് ദയ കൂടി അവിടെ ഉണ്ടാവും. വാസന്തി പറയണ, അനിത ചായ കൊണ്ടുവായോ, എനിക്കും ധനേട്ടനും ഉള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ദയ പറയണ, വാസന്തി ചേച്ചിക്കും ധനേട്ടനുമുള്ള ചായ ഒരിക്കലും നമ്മൾ ഇനി കൊണ്ടുകൊടുക്കാൻ പോകുന്നില്ല, അല്ല
വാസന്തി ചേച്ചിക്ക് എന്താ അടുക്കളയിൽ കയറി ധനേട്ടനുള്ള ചായ ഇട്ട് കൊണ്ടുപോയിക്കൂടെ? അല്ലാതെ നമുക്ക് അവ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അനുദേച്ചി ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതെല്ലാം എടുത്തു കൊണ്ടുപോവേണ്ടതും എല്ലാം അവർ തന്നെയാണ്, വാസന്തി ചേച്ചി തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് പറയട്ടോ. അങ്ങനെ അനിതയുടെ സ്വഭാവം മാറ്റിയെടുക്കുകയാണ് ദയ. അടുത്ത എപ്പിസോഡിൽ ദയ വാസന്തിയെ വരച്ച വരയിൽ നിർത്താനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ദയ വാസന്തിയോട് പറയുകയാണ്, അല്ല എന്താ ചേച്ചിയുടെ ഉദ്ദേശം? നാത്തുമാരെ ഭരിക്കാമെന്നുള്ള ഉദ്ദേശം? ശരിക്കും ചേച്ചിക്ക് ഇവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത്? ചേച്ചി ശരിക്കും ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ജീവിക്കേണ്ടത്? വാസന്തി പറയണേ, നീ അങ്ങനെ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇനി ഞാൻ എവിടെ ജീവിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക. ഇത് എൻ്റെ കൂടി വീടാണ്, എനിക്ക് അവകാശപ്പെട്ട വീടാണെന്ന് പറയുമ്പോൾ അനിതയൊക്കെ ഒരു മൈൻഡുമില്ലാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വാസന്തി പറയണേ, നീ ഇന്നലെ കയറി വന്ന ഇവളെ കണ്ട് നീ കൂടുതൽ അങ്ങ് നെഗളിക്കാനൊന്നും നിൽക്കണ്ട. ഇവളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു പോവേണ്ടവളാണ്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഇന്നലെ വന്ന ഇവളുടെ ധൈര്യത്തിൽ നീ എത്ര കാലം ഇവിടെ നെഗളിക്കുമെന്ന് നമുക്ക് നോക്കാം, എത്ര കാലം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതും നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് വാസന്തി നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ വാസന്തി നേരെ ചെല്ലുന്നത് ശബരിയുടെയും അച്ഛൻ്റെയും മുന്നിലായിരിക്കും. അപ്പോൾ വാസന്തിയോട് ദയൊക്കെ പറഞ്ഞ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ധനനൊക്കെ ആകെ ചമ്മലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വിനയന്റെ അമ്മയും അമ്മാവനും ചീരുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചീരുവിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ അമ്മയോടും അമ്മാവനോടും വിനയം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വിനയന്റെ അമ്മ പറയുന്നുണ്ട്, മോളെ നിന്റെ ജീവനാണ് ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളത്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ചീരു തറപ്പിച്ച് പറയുകയാണ്, ഇല്ല ഒരിക്കലും ഈ കുഞ്ഞിനെ ഞാൻ കളയില്ല എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ പറയുക. അങ്ങനെ വിനയം കാത്തു നിൽക്കുകയാണ്. അമ്മയും അമ്മാവനും കൂടി സംസാരിച്ചപ്പോൾ ചീരു അത് സമ്മതിച്ചിട്ടുണ്ടാവും എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ചോദിക്കുകയാണ്, അല്ല ചീരു എന്താ പറഞ്ഞത് അമ്മേ, എന്താണ് ചീരുവിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ലതിക പറയണേ, ഇല്ല ഒരിക്കലും ചീരു ഈ കുഞ്ഞിനെ കളയാൻ സമ്മതിക്കുന്നില്ല, അവൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ കുഞ്ഞിനെ അവൾ കളയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ലതിക ചീരുവിനോട് സംസാരിച്ചിട്ടുണ്ടാവും, ഒരു കുഴപ്പമില്ലാതെ നിനക്ക് ആ വീട്ടിലേക്ക് വന്നു കയറി അന്ന് തന്നെ പ്രശ്നമുണ്ടായല്ലോ, ആ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ചീരു മനസ്സിൽ സ്വയം പറയുകയാണ്, ആ വീടിനല്ല കുഴപ്പം അമ്മേ, അമ്മയുടെ മോനാണ് എന്നുള്ളത് മനസ്സിൽ സ്വയം ചീരു പറയുകയാണ്.